മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർ കരുതലിന്റെ തണലിലേക്ക് ചേക്കേറുമ്പോൾ കടന്നുപോയ വഴികളൊന്നും നമുക്ക് മറക്കാൻ കഴിയില്ല. 2024 ജൂലൈ 30 ആ മഹാദുരന്തത്തിൽ നിന്ന് ഒരു ജനതയെ മലയാളികൾ കൈകോർത്ത് പിടിച്ച് കരകയറ്റുന്നു. അതിജീവനത്തിന്റെ പുതിയ അധ്യായത്തിന്റെ കഥയിലേക്ക് ഒരു എക്സ്പ്ലെയിനറുമായി ഗോകുൽ കെ രവി മോർണിംഗ് ഷോയിൽ തത്സമയം ചേർന്നു. വെൽക്കം മോർണിംഗ് ഷോ. വെൽക്കം ഗോകുൽ മോർണിംഗ് ഷോയിലേക്ക്. പറയൂ. താങ്ക് യു എസ് കെ. നമ്മുടെ ഓർമ്മയിലെ അങ്ങേയറ്റം നടുക്കുന്ന ഒരു ദിവസമാണ് ജൂലൈ 30, 2024 എന്ന് പറയുന്നത്. അതിന് തലേദിവസം വലിയ മഴയായിരുന്നു. ആ മഴ സമയത്ത് 24 അവിടെ എത്തുമ്പോൾ 24 അന്ന് ആ നാട്ടുകാർ പറയുന്നത് ഞങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്. പുന്നപ്പുഴ ഇങ്ങനെ തലച്ചു വരുന്നതിന് മുമ്പ് ഞങ്ങൾ കണ്ടിട്ടില്ല. അതിന് ബാക്കി പത്രം എന്തായിരുന്നു എന്നാണ് നമ്മൾ ഇനി ഒന്ന് പിന്നോട്ട് പോയി നോക്കുന്നത്. 2024 ജൂലൈ 30 ആ രാത്രിയാണ് കേരളത്തിനാകെ വിറങ്ങലിച്ചു പോയ ആ മഹാദുരന്തം സംഭവിച്ചത്. മുണ്ടക്കയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടി. ആ പ്രദേശത്തെ ആകെ വീടുകൾ, പള്ളികൾ, കൃഷിയിടങ്ങൾ, ജീവനോപാധികൾ, മൃഗങ്ങൾ, വളർത്തുമൃഗങ്ങൾ, കടകൾ, അങ്ങനെ സകലതും പാലമടക്കം എല്ലാം ഒലിച്ചുപോയ ഒരു നാടിനെയാണ് പിറ്റേ ദിവസം രാവിലെ നമ്മൾ കാണുന്നത്. 403 പേരാണ് ഈ ദുരന്തത്തിൽ, മഹാദുരന്തത്തിൽ മരിച്ചത്. 150-ലധികം പേരെ കാണാതായ ദുരന്തം. സർക്കാർ കണക്കിലാക്കിയ നഷ്ടം, അത് ജീവനോപാധി, സ്വത്ത്, അങ്ങനെ എല്ലാം കണക്കിലെടുക്കുമ്പോൾ 1200 കോടി രൂപയുടെ നഷ്ടം ഈ മഹാദുരന്തത്തിൽ, ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഉണ്ടായെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ കണക്ക് കൂട്ടൽ. പിന്നീട് ഇങ്ങോട്ട് നമ്മൾ കണ്ടത് സമാനതകളില്ലാത്ത, അല്ലെങ്കിൽ ഒരുപക്ഷെ കേരളം മുമ്പ് പ്രളയകാലത്ത്, ഓഖിയുടെ കാലത്ത്, നിപ്പയുടെ കാലത്ത്, കോവിഡിന്റെ കാലത്തൊക്കെ കണ്ടുപോലെയുള്ള നാടാകെ ചേർത്ത് പിടിക്കുന്ന ഒരു അതിജീവനത്തിന്റെ കാഴ്ചയായിരുന്നു. CMDRFിലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചത് 770 കോടി 76 ലക്ഷം രൂപയാണ്. മലയാളികൾ മാത്രമല്ല, ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുള്ളവരുമായി കേരളത്തെ സ്നേഹിക്കുന്ന, മലയാളികളെ ചേർത്ത് പിടിക്കുന്ന മനുഷ്യസ്നേഹികളായ സകലരും പണം നൽകി പുനരധിവാസത്തിന്, അതിജീവനത്തിനായി പണം നൽകുന്നതാണ് നമ്മൾ കണ്ടത്. ഇനി ടൗൺഷിപ്പ് നിർമ്മാണം എന്നതിലേക്കാണ് ആദ്യം തന്നെ പോയത്. സർക്കാർ ഉദ്ദേശിച്ചത് അവിടെ ചിതറിത്തെറിച്ചു പോയ മനുഷ്യരെ ഒരുമിപ്പിച്ച് തന്നെ അവരുടെ ഒരു നാട് റീക്രിയേറ്റ് ചെയ്യുക എന്ന് തന്നെയാണ് സർക്കാർ മുന്നോട്ട് വെച്ചത്. 2025 മാർച്ച് 27 മുഖ്യമന്ത്രി ഈ ടൗൺഷിപ്പിന് തറക്കല്ലിടുന്നത്. ഭൂമി ഏറ്റെടുക്കുന്നതിന് ചെലവായി കരുതിയത് 48.5 കോടി രൂപയാണ്. നമുക്ക് ആ ഭൂമി ഏറ്റെടുപ്പിന്റെ കാര്യം പറഞ്ഞാൽ തന്നെ അതിൽ ആദ്യഘട്ടത്തിലൊക്കെ നിയമപ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഭൂമി കണ്ടെത്തിയത്. നിർമ്മാണ ചുമതല ഏൽപ്പിച്ചത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ്, ULCCSനായിരുന്നു. ടൗൺഷിപ്പിന്റെ നിർമ്മാണ ചെലവ് 351 കോടി രൂപയാണ്. ഗുണഭോക്താക്കൾ 402 കുടുംബങ്ങളാണ്, 402 വീടുകളാണ് ഈ ടൗൺഷിപ്പിൽ ഉയരുന്നത്. എൽസ്റ്റൺ എസ്റ്റേറ്റിലെ 64 ഹെക്ടർ ഭൂമിയാണ്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ, പ്രതിഷേധങ്ങൾക്കൊടുവിൽ, നിയമപോരാട്ടത്തിനൊടുവിലാണ് ആ ഭൂമി ഏറ്റെടുക്കാനായത്. 5 സോണുകളായി തിരിച്ചുകൊണ്ടാണ് ഈ 410 വീടുകൾ അവിടെ ഒരുങ്ങുന്നത്. ഇനി കേന്ദ്ര സർക്കാരിന്റെ ഈ ദുരന്ത സമയത്ത് അല്ലെങ്കിൽ അതിനുശേഷമുള്ള സഹായങ്ങൾ എങ്ങനെയായിരുന്നു? അത് ഒരുപാട് രാഷ്ട്രീയ വിവാദങ്ങൾക്കും രാഷ്ട്രീയ ആരോപണങ്ങൾക്കും വഴി വെച്ചാണ്. അതിന്റെ യാഥാർത്ഥ്യങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം. 2025 സെപ്റ്റംബർ 16 526 കോടി രൂപ കേന്ദ്രം വായ്പയായി കേരളത്തിന് സഹായം വാഗ്ദാനം ചെയ്തു. അതിനുശേഷം 2025 ഒക്ടോബർ 1 260.56 കോടി രൂപ തുടർ സഹായധനമായി കേന്ദ്രം അനുവദിക്കുന്നു. ഈ തുടർ സഹായധനത്തിന്റെ ആദ്യ ഗഡു ലഭിച്ചത് ഒക്ടോബർ 23 78.16 കോടി. ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിലടക്കം കേരളത്തിന്റെ ആവശ്യം, അല്ലെങ്കിൽ ദുരന്തബാധിതരുടെ ആവശ്യത്തോട് കേന്ദ്രം കണ്ണടച്ചതും ഹൈക്കോടതി അടക്കം രൂക്ഷ വിമർശനം ഉന്നയിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നീട് സംസ്ഥാന സർക്കാർ ആ കടം ഏറ്റെടുക്കുന്നതും ഈ അടുത്ത് നമ്മൾ കണ്ടതാണ്. ഇനി വീടുകളിലേക്ക് മടങ്ങുകയാണ്. നമുക്ക് ഏറെ സന്തോഷമുള്ള സാഹചര്യമാണ്. 2026 ഫെബ്രുവരി 25 178 വീടുകൾ, ഒന്നാം സോണിലെ 175 വീടുകളുടെ കൈമാറ്റം, അവർക്ക് പട്ടയവും താക്കോലും നൽകുകയാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ അതിന്റെ നറുക്കെടുപ്പ് നടക്കും. കാരണം ഏതൊക്കെ വീടുകൾ ആർക്കൊക്കെ എന്നതിൽ നറുക്കെടുപ്പിലൂടെയാണ് തീരുമാനിക്കുക. 1660 പേരാണ് ഈ 178 വീടുകളിലായി അന്നേ ദിവസം പുതിയ വീടുകളിലേക്ക് താമസം മാറുന്നത്. ഇതൊരു വലിയ ടൗൺഷിപ്പാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഈ ടൗൺഷിപ്പിൽ കേവലം ഒരു വീട് മാത്രമല്ല, ഇപ്പോൾ മന്ത്രി തന്നെ സൂചിപ്പിച്ചു, വിപുലമായ റോഡ് സൗകര്യമൊക്കെയുള്ള ഒരു ടൗൺഷിപ്പ് തന്നെയാണ്. അവിടെ ആരോഗ്യ കേന്ദ്രമുണ്ട്, പൊതു മാർക്കറ്റുണ്ട്, ഓപ്പൺ എയർ തിയേറ്റർ ഉണ്ട്, സ്പോർട്സ് ക്ലബ്ബുണ്ട്, കുട്ടികളുടെ കളിസ്ഥലമുണ്ട്, അങ്കണവാടിയുണ്ട്. ഇനി ലൈബ്രറി, കമ്മ്യൂണിറ്റി സെന്ററുകൾ, മൾട്ടിപർപ്പസ് ഹാളും ഇത്രയും അടങ്ങുന്നതാണ് അവിടുത്തെ ടൗൺഷിപ്പ്. 9 ലക്ഷം ലിറ്റർ ശേഷിയിൽ നിർമ്മിക്കുന്ന ജലസംഭരണി, അതാണ് ഈ പറഞ്ഞ കുടുംബങ്ങൾക്കാകെ നമ്മൾ കരുതി വെക്കുന്നത്. സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റും ഓവുചാലുകളുമുണ്ട്. ആകെ 11.423 കിലോമീറ്റർ റോഡുകളുമുണ്ട്. അങ്ങനെ എല്ലാ വീടുകളിലേക്കും റോഡുകൾ കടന്നു ചെല്ലുന്ന രീതിയിലാണ് ഈ ടൗൺഷിപ്പിന്റെ മാതൃക. അങ്ങനെ പുന്നപ്പുഴ ഒഴുക്കിക്കൊണ്ടുപോയ, ചിന്നിച്ചിതറിപ്പോയ മനുഷ്യരെയാകെ ഒരുമിച്ച് അവരുടെ പഴയ ഗ്രാമം പോലെ ഒരു ടൗൺഷിപ്പിലേക്ക് കൊണ്ടുവരികയാണ് സർക്കാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.